ശ്രീ വസീഫ് നോക്കൂ, ഫ്രസ്ട്രേഷൻ എന്ന വാക്കാണ് ഇന്നിപ്പോൾ PMA സലാം ഉന്നയിച്ചിട്ടുള്ളത്, മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്താണ് പിണറായി വിജയൻ്റെ ഫ്രസ്ട്രേഷൻ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയന് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ള നിലയാണോ? അതായത് നോക്കൂ, സുന്നികളെ പ്രീണിപ്പിക്കാൻ, പ്രത്യേകിച്ച് EK സുന്നികളിൽ ഒരു വലിയ വിഭാഗം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം തന്നെ രൂപപ്പെടുത്തി, അജണ്ട തന്നെ രൂപപ്പെടുത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പൊളിറ്റിക്കലായി ആ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലീഗ് പറയുന്ന രീതിയിൽ, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന രീതിയിൽ, PFI പറയുന്ന രീതിയിൽ എന്നുള്ളതാണ്. അതായത് സുന്നി പണ്ഡിത സഭയെ ആശ്രയിച്ച പിണറായി വിജയന്, CPMന് പക്ഷേ ആ വോട്ടുകൾ സമാഹരിച്ച് നൽകാൻ ഈ പറയുന്ന പണ്ഡിത സഭയ്ക്ക് സാധിച്ചില്ല. അതേസമയം പൊളിറ്റിക്കലായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സാധിച്ചു. അവിടെയാണ് ഫ്രസ്ട്രേഷൻ. നികേഷ്, ഈ PMA സലാമിന് ലീഗിലുള്ള സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ലീഗിൽ ഇപ്പോഴും നടക്കുന്ന ചർച്ച PMA സലാമിനെ മാറ്റി നിർത്തണം എന്നുള്ളതല്ലേ? നമുക്കറിയുന്നതല്ലേ, അതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ? ഈ PMA സലാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇത്ര ഗൗരവത്തിൽ മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെ കാണുമോ? എന്തൊക്കെയോ വിളിച്ചു പറയുക ചെയ്യുക. ഇതേ PMA സലാം ഇപ്പോൾ CPMനെ വിമർശിക്കുന്നുണ്ടല്ലോ. മുണ്ടുടുത്ത മോഡി എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹമല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പല്ലേ മുസ്ലിം ലീഗിലെ തന്നെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള MSFകാർ പുറത്തുവിട്ട് എന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ കിട്ടിയത്? എന്തായിരുന്നു ആ വോയിസ് ക്ലിപ്പ്? RSSുമായിട്ട് ഞാൻ ചർച്ച നടത്തിക്കോളാം, ഞാൻ ഇടപെട്ടോളാം, വോട്ട് നമുക്ക് വാങ്ങാം എന്നല്ലേ പറഞ്ഞത്? ഇവർക്ക് എന്ത് രാഷ്ട്രീയമാണ്? ഇവരിപ്പോൾ ഈ മുണ്ടുടുത്ത മോഡി എന്നൊക്കെ പിണറായി വിജയനെ പറയുമ്പോൾ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് മോഡിയെ ഒന്ന് വെള്ള അടിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ ഇവർ നടത്തുന്നത്? രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും വേട്ടയാടി ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് രാജ്യത്ത് വലിയ ഭയം വിതച്ച് മുന്നോട്ട് പോകുന്ന സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തെ ഈ കേരളം പോലെയുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ മോഡിയോട് ഉപമിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നൗഷാദ് ഉൾപ്പെടെയുള്ളവരുടെ സംഘടനയുടെ നേതാക്കന്മാർ അത് അംഗീകരിക്കുമോ? എന്തിന് രാഹുൽ ഗാന്ധി അംഗീകരിക്കുമോ? നോക്കൂ, നിങ്ങൾ എത്രത്തോളം കടന്നാണ് ഈ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് ഇതിന് സാധിക്കുന്നത്? എവിടേക്കാണ് ഇവർ പോകുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം RSS അല്ല മുഖ്യ ശത്രു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയല്ല പ്രശ്നം, അധികാരമാണ് പ്രശ്നം എന്നല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയും PFIയുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരുടെ മുഖം വികൃതമായി എന്ന് പറഞ്ഞാൽ ഇവർ ഉദാഹരിക്കേണ്ടത് മുണ്ടുടുത്ത മോഡി എന്ന് പറഞ്ഞുകൊണ്ടാണോ? എത്ര ഹീനമാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ മുക്കം ഫൈസിയെ ഇവരെന്ത് വിളിക്കും? EK സുന്നി നേതാവ് സമസ്തയുടെ പണ്ഡിത സഭാംഗം ഉമർ ഫൈസിയെയും അതുപോലെ തന്നെ ആ പണ്ഡിത സഭയിലുള്ള അംഗങ്ങളെയും ഒക്കെ ഷംസുദ്ദീൻ ഒന്ന് പറയോ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? മുണ്ടുടുത്ത മോഡി എന്ന് വിളിക്കോ, അല്ലെങ്കിൽ അമിത്ഷാ എന്ന് വിളിക്കോ? നിങ്ങൾ വിളിക്കോ? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും PFIയുമായിട്ടും നിങ്ങൾക്ക് അവിഹിതമായ ബന്ധമുള്ളത്, ആ ബന്ധവും ആ ഐക്യവും ഉണ്ടാക്കുന്നത് ഈ കേരളത്തിലും ഇവിടുത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്കും ഗുണം ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് സമസ്തയുടെ നേതാക്കന്മാരില്ലേ? എന്തിന്? നിങ്ങളുടെ KM ഷാജി പറഞ്ഞിട്ടില്ലേ? ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. MK മുനീർ പറഞ്ഞിട്ടില്ലേ? ഈ സംഘടനയൊക്കെ പിരിച്ചുവിടുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിൽ എന്നല്ലേ അവർ പറഞ്ഞത്? ആർക്കാ യഥാർത്ഥത്തിൽ ഫ്രസ്ട്രേഷൻ? സ്വന്തം പച്ചക്കൊടി പോലും ഉപയോഗിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ലേ ഈ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ഇത്തവണ? അവിടെയല്ലേ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകേണ്ടത്? ഇവരുടെ ഫ്രസ്ട്രേഷൻ അതാണ്. ഇവരുടെ വോട്ട് വേണം, എന്നാൽ ഇവരുടെ സാന്നിധ്യം, ഇവരുടെ പിന്തുണയും ഉണ്ട് എന്ന് ജനം അറിയരുത് എന്ന തരത്തിലായിരുന്നില്ലേ കോൺഗ്രസിന്റെ ഇടപെടൽ? എന്നാൽ ഞങ്ങൾ അങ്ങനെയായിരുന്നോ നികേഷേ? ഇവർ ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് ഞങ്ങളൊരു ക്യാപ്ഷൻ വെച്ചപ്പോഴൊക്കെ ഇവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷവും ഒക്കെയല്ലേ രാജ്യത്ത് തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകുന്ന ഈ BJP ഗവൺമെന്റിനെ തടഞ്ഞു നിർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചത്? രാജ്യത്തുടനീളം കർഷക സമരത്തിന്റെ അന്തരീക്ഷത്തിന് പിന്തുണ കൊടുത്ത ആ രാഷ്ട്രീയം രാജ്യത്തുടനീളം പറഞ്ഞു പഠിപ്പിച്ചത് ഞങ്ങളായിരുന്നില്ലേ?
ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളായിരുന്നില്ലേ? ബൽക്കീസ് ബാനു കേസിൽ കോടതിയിൽ പോയി ഏറ്റവും കൃത്യമായ നിലപാട് പറഞ്ഞത് ഞങ്ങളായിരുന്നില്ലേ? രാമക്ഷേത്രം ഉണ്ടാക്കിയെടുത്ത്, നേരത്തെ ബാബരി മസ്ജിദ് നിന്നെടുത്ത് അത് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയെടുത്ത് അവിടെ BJP പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ മുസ്ലിം ലീഗ് ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വം കേരളത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മതനിരപേക്ഷ വിശ്വാസികൾക്കും പ്രയാസമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആരാ ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കുറഞ്ഞതോ 4 സീറ്റ് കുറഞ്ഞതോ ഒന്നും അല്ല പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ്. ഞങ്ങൾ 4 വോട്ടിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരല്ല. എല്ലാ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്തു നിർത്തുന്ന രാഷ്ട്രീയ നിലപാടാ ഞങ്ങൾ മുന്നോട്ട് വെക്കാറ്. എന്നാൽ ഇവിടെ എങ്ങനെയാ ഈ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടും മുസ്ലിം ലീഗ് പിന്തുണക്കുന്ന കോൺഗ്രസ് എടുക്കുന്ന നിലപാടുമൊക്കെ ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ രാമക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തയക്കുകയും അതോടൊപ്പം തന്നെ ഇതെന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞവരുമല്ലേ കോൺഗ്രസിന്റെ നേതൃത്വം? ദയവായി തുടരുക.